നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്തൊരു അടിപൊളി ചക്കപ്രഥമനായാലോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായി ഞാനിവിടെ ചക്ക ചുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും പകുതി നമുക്ക് പേസ്റ്റ് ആക്കിയിട്ടും പകുതി കട്ട് ചെയ്ത് കൊടുക്കണം. അതിനായി ജാറിലേക്ക് ഇട്ടിട്ട് പകുതി പേസ്റ്റും പകുതി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 750 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുള്ള ചക്ക ഒരല്പം നെയ്യ് കൂടി ചേർത്തിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ശർക്കര പാനിയിൽ ചക്ക നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കഴിഞ്ഞില്ല കേട്ടോ. കാഷ്യും കിസ്മിസും തേങ്ങാക്കൊത്തും വറുത്ത് കോരിയിട്ടാൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥ രുചി വരത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ തേങ്ങാക്കൊത്തും കാഷ്യും കിസ്മിസും ഇതുപോലെ നെയ്യിലൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഇതും കൂടി നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ കിട്ടും ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.